ലോകത്തിന്റെ കേന്ദ്രം തന്നെ അമേരിക്കയാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഉലാത്തുകയാണ്. ഇന്ത്യയുടെ ചൈനയുടെയും കൈപിടിച്ച് അയാൾ പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് അമേരിക്ക എന്ന തന്റെ എക്കാലത്തെയും ശത്രുവിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. അമേരിക്കയ്ക്ക് ഒത്ത പ്രതിയോഗി അയാൾ മാത്രം, വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം അടുത്ത കാലത്തായി നടത്തിയ സന്ദർശനങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ വിരുദ്ധ അജണ്ട പ്രകടമായിരുന്നു. അതെ, ശീതയുദ്ധം അവസാനിച്ചു എന്ന് ലോകം വിശ്വസിച്ചു തുടങ്ങിയ കാലത്താണ് സോവിയറ്റ് യൂണിയന്റെ പ്രതാപം വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു ഭരണാധികാരി റഷ്യയിലേക്ക് എത്തുന്നത്. വ്ളാഡിമിർ പുടിൻ. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒരു രണ്ടാംകിട ശക്തിയായി കണക്കാക്കി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകക്രമത്തെ അടിമുടി മാറ്റി എഴുതാനുള്ള തീവ്ര ശ്രമത്തിലാണ് പുടിൻ ഇപ്പോൾ. അടുത്തിടെ ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ ഉന്നതതല സന്ദർശനങ്ങൾ കേവലം നയതന്ത്ര കൂടിക്കാഴ്ചകൾക്കപ്പുറം അമേരിക്കൻ നേതൃത്വത്തിലുള്ള ആഗോള സ്വാധീനത്തിന്റെ നെഞ്ചിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണെന്ന് തിരിച്ചറിയണം. തന്റെ വിദേശ പര്യടനങ്ങളിലൂടെ ഉപരോധങ്ങളെയും പാശ്ചാത്യ കൂട്ടായ്മകളെയും മറികടന്ന് ലോകശക്തിയായി റഷ്യയെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള പുടിന്റെ നിശ്ചയദാർഢ്യം പുതിയൊരു ശീതയുദ്ധത്തിന്റെ സാധ്യതകളിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമായി കാണുന്ന പുടിൻ ആ ചരിത്രപരമായ നഷ്ടം നികത്താൻ നടത്തുന്ന ഈ തന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ അവരുടെ സഖ്യങ്ങളെയും ശിഥിലമാക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പുടിന്റെ ഇത്തരം നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തിടെ നടത്തിയ ഇന്ത്യൻ സന്ദർശനം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധാകേന്ദ്രമായ ഒരു സുപ്രധാന നയതന്ത്ര നീക്കം തന്നെയായിരുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലും ഇന്ത്യ ഈ ഉന്നതതല ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഈ സന്ദർശനം ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാവകാശം എന്ന വിദേശ നയം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി ഉറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഇന്തോ പസഫിക് തന്ത്രങ്ങൾക്കും റഷ്യൻ വിരുദ്ധ സഖ്യങ്ങൾക്കും ഈ കൂടിക്കാഴ്ച ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് വേണ്ടിയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രത്യേകവും വിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധം, ഊർജം, വ്യാപാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ നിരവധി സുപ്രധാന കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെക്കുകയും ചെയ്തു. ദീർഘകാലമായി ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരാണ് റഷ്യ. നിലവിലുള്ള പ്രതിരോധ കരാറുകൾ ശക്തിപ്പെടുത്തുന്നതിനും S-400 ട്രയഫ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വിതരണം വേഗത്തിലാക്കുന്നതിനും അതുപോലെ തന്നെ സൈനിക ഉപകരണങ്ങളുടെയും അതുപോലെ സ്പെയർ പാർട്സുകളുടെയും സംയുക്ത നിർമ്മാണത്തിൽ സഹകരിക്കുന്നതിനും ധാരണയായിട്ടുണ്ട് ഈ സന്ദർശനത്തിലൂടെ. ഇത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധം നിലനിർത്തുമെന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലെ വർധനവിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തിക്കാനുള്ള ലക്ഷ്യം ഇരു നേതാക്കളും ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ രൂപ റൂബിൾ അടിസ്ഥാനത്തിലുള്ള പേയ്മെന്റ് സംവിധാനം കാര്യക്ഷമമാക്കാനും ധാരണയായി. ഇത് അമേരിക്കയുടെ ഡോളർ ആധിപത്യത്തെ മറികടക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. റഷ്യയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ തൊഴിലാളികളെ, അതായത് വിദഗ്ധ തൊഴിലാളികളെ റഷ്യയിലേക്ക് അയക്കുന്നത് സംബന്ധിച്ച് ഒരു സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധത്തെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതും അതുപോലെ തന്നെ തന്ത്രപരമായ സ്വയം ഭരണമുള്ളതും ആക്കി മാറ്റുമെന്ന കാര്യത്തിലും തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം പുതിയ ലോകക്രമത്തിൽ ഒരു ധ്രുവീകരണ വിരുദ്ധ ശക്തിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഈ നീക്കം തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഏത് ശക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെയും ഉക്രൈൻ വിഷയത്തിലെ കടുത്ത നിലപാടുകളെയും അവഗണിച്ച് ഇന്ത്യയുടെ ഈ നിലപാട് അമേരിക്കൻ രാഷ്ട്രീയത്തിലും അതുപോലെ നയതന്ത്ര വൃത്തങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുന്നതിനായി അമേരിക്ക വിഭാവനം ചെയ്ത പ്രധാന സഖ്യമാണ് ക്വാഡ്. എന്നാൽ ഇന്ത്യ റഷ്യയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നത്
അമേരിക്കൻ സഖ്യങ്ങളിലെ വിള്ളലായിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. റഷ്യയെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ നീക്കം വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതും പ്രതിരോധ ഇടപാടുകൾ ശക്തിപ്പെടുത്തുന്നതും റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പിൻബലമാവുകയും ഉപരോധങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് അമേരിക്കൻ നയരൂപീകരണ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്ന ഘടകം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കൻ ആഗോള സ്വാധീനത്തിന് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വ്ളാഡിമിർ പുടിന്റെ തന്ത്രങ്ങളാണ് ഇതൊക്കെ. പുടിൻ അടുത്ത കാലത്ത് നടത്തിയ സുപ്രധാന വിദേശ സന്ദർശനങ്ങൾ ലോകശക്തി എന്ന നിലയിലുള്ള അമേരിക്കയുടെ പദവിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഒടുവിൽ നടത്തിയത് ഇന്ത്യയിലേക്കാണെന്ന് മാത്രം. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലും പുടിൻ തെരഞ്ഞെടുത്ത രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഒരു ബദൽ ശക്തിയായി റഷ്യ ഉയർന്നു വരുന്നു എന്നതിന്റെ തെളിവല്ലാതെ മറ്റെന്താണല്ലേ. പ്രധാനമായും ഇന്ത്യ പോലുള്ള വൻകിട വികസ്വര രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ അമേരിക്കയ്ക്ക് വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിലൂടെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒരാളെ സ്വന്തം പാളയത്തിൽ നിന്ന് അകറ്റാൻ റഷ്യക്ക് കഴിയുന്നു എന്നത് ഇവിടെ എടുത്തു പറയണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലെ വർധനവ്, പ്രതിരോധ ഇടപാടുകൾ ശക്തിപ്പെടുന്നത്, രൂപ റൂബിൾ അടിസ്ഥാനത്തിലുള്ള വ്യാപാരം എന്നിവ അമേരിക്കൻ ഉപരോധങ്ങളെയും അതുപോലെ തന്നെ ഡോളർ ആധിപത്യത്തെയും മറികടക്കാൻ ഇന്ത്യക്ക് കരുത്ത് നൽകുന്നുണ്ട്. ഇത് ക്വാഡ് പോലെയുള്ള അമേരിക്കൻ സഖ്യങ്ങളുടെ ഫലപ്രാപ്തി നന്നെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ ചൈനയുമായുള്ള പുടിന്റെ കൂടിക്കാഴ്ചകൾ അമേരിക്കയുടെ ഇന്തോ പസഫിക് തന്ത്രങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ അതിരുകളില്ലാത്ത സൗഹൃദം ശക്തിപ്പെടുത്തുന്നത് നാറ്റോയ്ക്ക് സമാനമായ ഒരു കിഴക്കൻ സഖ്യത്തിന്റെ രൂപീകരണത്തിനും കാരണമായേക്കാമെന്ന റിപ്പോർട്ടുകളും വരുന്നു. ചൈനയുമായി ചേർന്ന് സാമ്പത്തിക, സൈനിക, സാങ്കേതിക മേഖലകളിൽ റഷ്യ നടത്തുന്ന സഹകരണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള അമേരിക്കൻ സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ചൈനയെയും റഷ്യയെയും തങ്ങളുടെ പ്രധാന എതിരാളികളായി കാണുന്ന പശ്ചാത്തലത്തിൽ ഈ ഇരു ശക്തികളും ഒന്നിക്കുന്നത് അമേരിക്കയുടെ തന്ത്രപരമായ സ്വാധീനമാണ് കുറയ്ക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള തുർക്കി, ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും അമേരിക്കൻ നയതന്ത്രജ്ഞരെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നതും പറയട്ടെ. ഉപരോധങ്ങൾ നേരിടുന്ന ഇറാനുമായുള്ള സൈനിക സാമ്പത്തിക ബന്ധം വർദ്ധിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഡ്രോണുകളുടെ കൈമാറ്റം പോലുള്ള സൈനിക സഹകരണങ്ങൾ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ളത് തന്നെയാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നാറ്റോ അംഗമായിട്ട് പോലും റഷ്യയുമായി ഊർജ പ്രതിരോധ വിഷയങ്ങളിൽ ബന്ധം സ്ഥാപിക്കുന്നത് പാശ്ചാത്യ സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും തന്റെ സഖ്യകക്ഷികളുടെ ഏകീകൃത നിലപാടിനെ അമേരിക്കയ്ക്ക് ചോദ്യം ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളിലൂടെ റഷ്യ തങ്ങളുടെ സ്വാധീന വലയം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഈ മേഖലകളിൽ ജനാധിപത്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അമേരിക്കൻ വിദേശ നയത്തിന് വിപരീതമായി ഭരണകൂടങ്ങളുമായി സൈനിക വാണിജ്യ സഹകരണത്തിന് റഷ്യ മുൻഗണന നൽകുകയാണ്. സാമ്പത്തിക സഹായമായും ആയുധ കച്ചവടമായും റഷ്യ ഈ രാജ്യങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാക്കുന്നത് അമേരിക്കൻ സ്വാധീനമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ, അതായത് IMF, ലോകബാങ്ക് തുടങ്ങിയവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുടിന്റെ ഈ സന്ദർശനങ്ങൾ റഷ്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട രാജ്യമല്ലെന്ന് തെളിയിക്കുന്നതിനോടൊപ്പം അമേരിക്കൻ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഒരു ബദൽ സഖ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇത് അമേരിക്കയ്ക്ക് തങ്ങളുടെ ഉപരോധ നയങ്ങൾ, സഖ്യങ്ങളുടെ കെട്ടുറപ്പ്, ആഗോള സ്വാധീനം എന്നിവയിൽ വീണ്ടും വിലയിരുത്തലുകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നയതന്ത്ര നീക്കങ്ങൾ 21ാം നൂറ്റാണ്ടിലെ ലോകശക്തികളുടെ മത്സരം കൂടുതൽ സങ്കീർണമാകാൻ കാരണമാകുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് വെറുതെ ഒരു സന്ദർശനമായി നോക്കി കാണരുത്. എന്നത്തെയും ശത്രുവായിട്ടുള്ള അമേരിക്കയെയും അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള
ട്രംപിനെയും വരച്ച വരയിൽ നിർത്താൻ പുടിൻ ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇത്തരം വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുടിന്റെ ഇത്തരത്തിലുള്ള നയതന്ത്രങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.